ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യലി പൊതിച്ചോറാണ്. ഉണ്ടാക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഉപ്പുമാവ്. അത് പപ്പക്ക് കൊടുത്ത് ഞാൻ കഴിക്കാനുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിത് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സവാളയും ഉള്ളിയും പച്ചമുളകും ഒക്കെ കുക്കിങ്ങിന് ഇന്നത്തെ ആവശ്യം മാത്രം അത്രയുള്ള സാധനങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പം രാവിലെ ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ യൂട്യൂബ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷമാണ് ഇപ്പോൾ കുക്കിങ്ങിന് നിൽക്കാൻ പോകുന്നത്. നല്ല ചൂടാണ്. ഇപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡായി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാൻ നിൽക്കണം. അപ്പോൾ ചിക്കൻ ഞാൻ രാവിലെ തന്നെ ഓർഡർ കൊടുത്തെങ്കിലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ വരുമ്പോൾ ഓരോന്ന് അയച്ചിട്ട് ആൾ വന്നിട്ടില്ല. ചിലപ്പോൾ അവർക്ക് അവിടെ തിരക്ക് വരുവേ, പെട്ടെന്ന് അവിടെ വന്ന് മേടിക്കുന്ന ആളുകളുണ്ടാവൂലേ, അപ്പോൾ അവർ വന്ന് നിൽക്കുമ്പോൾ നമുക്കുള്ളത് വൈകും. അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ കിട്ടിയാൽ എനിക്ക് ചിക്കനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതിനാണ് ഞാൻ കാലത്ത് തന്നെ ചിക്കൻ ഓർഡർ എടുത്തത്. കാരണം ഇന്നലെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ തീർന്നിരിക്കണേന്ന്. അപ്പോൾ ചിക്കൻ തീർന്നിരിക്കണോണ്ട് തന്നെ ചിക്കൻ റൂബിക്ക് വേണം. അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഇവിടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്ത് നേരത്തെ തന്നെ തണുപ്പൊക്കെ മാറ്റിയിട്ട് വെച്ചേനെ. ഇപ്പോൾ ഒട്ടുമില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഓർഡർ ചെയ്തെങ്കിലും ഇതുവരെ 10 മണി കഴിഞ്ഞിട്ടും വന്നിട്ടില്ല. അപ്പോൾ പപ്പക്ക് ചിക്കൻ ഇഷ്ടമല്ല. ഇത്തിരി ബീഫ് ഉണ്ടായിരുന്നെങ്കിൽ ബീഫ് കൂടി ഇറത്തിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ബീഫില്ല. അപ്പോൾ ഏതായാലും എനിക്ക് ചിക്കൻ വെക്കാമല്ല. അപ്പം ഞാൻ ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയൊരു ഇത് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുൻപ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയപ്പോഴേക്കും നമുക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കൊതി കൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തവണ അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട്. ഒരു ബീഫിൻ്റെ കുറവേ ഉള്ളു. എല്ലാം കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പറയാൻ പറ്റാത്ത ഹാപ്പിയാണ്. അപ്പം എല്ലാം എടുക്കാൻ പപ്പയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയി മേടിക്കണ്ട, വല്ല വീട്ടിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം തരണമെന്ന്. കാരണം നമ്മൾ മേടിക്കുന്നത് ഭയങ്കര തളിരല്ലാണ് ഇത് തരുന്നതാണ് അവർ. അത് നമ്മൾ അതൊന്ന് എന്താ വാട്ടൂലേ, വാട്ടുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോവും. വാട്ടാൻ പോലും പറ്റൂല, കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അത്രയും തളിരല്ല. അപ്പം ഞാൻ തളിരല്ല വേണ്ട, ഇത്തിരി മൂത്ത ഇല വേണം. അപ്പം അത് നോക്കിയിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ ഏതായാലും കുളിക്കണേണ്, പോയിട്ട് ഇലയൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ റെഡിയാക്കിയതാണ് കേട്ടോ. പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഇന്നത്തെ വീഡിയോയിലല്ല, ഞാൻ ചേച്ചിനോട് പറഞ്ഞതാണ് ഫോൺ ചെയ്തപ്പോൾ. ഇങ്ങനെ ഇലയും ഇത് മറ്റേ പൊതിച്ചോറ് വെക്കാൻ ഉദ്ദേശിച്ചിട്ട് നേരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മുട്ടക്കറി വെച്ചെന്നൊക്കെ. ശരിയാണ്, ഞാൻ ചേച്ചിനോടാണ് പറഞ്ഞത്, നിങ്ങളോടല്ല. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് പൊതിച്ചോറാണ്. എനിക്ക് ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുന്ന പൊതിച്ചോറ് കഴിക്കാൻ അത്രയും ഇഷ്ടമാണ്. പണ്ട് റോജറൊക്കെ ഉള്ള സമയത്ത് ഞാൻ റോജറും കൂടി പൊതിച്ചോറ് മേടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓർഡർ ചെയ്തിട്ടേ അതൊക്കെ ഉള്ളൂലായിരുന്നു. ഭയങ്കര വിലയുമാണ് കേട്ടോ. ഏകദേശം 300 അടുത്ത് വരും എല്ലാ സാധനങ്ങളും ഉൾപ്പെട്ട പൊതിച്ചോറിന്. കാരണം ഇത് ചിക്കൻ ബീഫ് ഫിഷ് ഇതൊക്കെ ചേർന്ന പൊതിച്ചോറിന് 300 രൂപ അടുത്ത് വില വരും. നമുക്ക് നിസ്സാര ചിലവിൽ നമുക്ക് ഉണ്ടാക്കാമല്ല. അപ്പോൾ ഞാനങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നതാണ്. അപ്പം ഒന്നും കഴിക്കണം എന്നുള്ള. അപ്പം ചോറ് നേരത്തെ തന്നെ വെച്ച്, കാരണം ആദ്യം തന്നെ ചോറ് റെഡിയാക്കി. പിന്നെ കറി പെട്ടെന്നാവും, കുഴപ്പമില്ല. എല്ലാം സെറ്റാണ്, ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ, മീനും ചെറിയൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ചിക്കൻ വന്നത് ഇല്ല, ചിക്കനല്ല, അത് ഗാർബേജ് എടുക്കുന്ന ആളാണ് വന്നത്. കിടക്കാം. നിങ്ങളിങ്ങനെ വീഡിയോയിൽ പറയും, ഓ എന്ത് സുന്ദരിയായിട്ടിരിക്കണം. അപ്പം എനിക്ക് ചിരി വരും. എൻ്റെ ദൈവമേ, ഫിൽറ്റർ ഉണ്ടെങ്കിൽ ആരാണ് സുന്ദരിയാകാത്തത്? എല്ലാവർക്കും സുന്ദരികളാകാം. പക്ഷെ നമ്മളുടെ ഒറിജിനൽ ആണ് എപ്പോഴും നല്ലത്. പിന്നെ എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ഞാൻ ഫിൽറ്റർ അത്യാവശ്യം യൂസ് ചെയ്യേണ്ട സമയം വരും. പ്രമോഷൻ വീഡിയോക്കൊക്കെ ഇത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വന്നില്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എൻ്റെ വീഡിയോ അല്ലല്ലോ അത്. എൻ്റെ വീഡിയോയിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. അവരുടെ വീഡിയോ അവർ പൈസ തന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് മേക്കപ്പ് ഇടേണ്ടി വരും. അപ്പോൾ ഈ മേക്കപ്പ് എനിക്ക് അലർജി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫിൽറ്റർ ഇട്ടിട്ട് നിൽക്കാറുണ്ട് ചില സമയത്ത്. പണ്ടൊക്കെ ഞാൻ മേക്കപ്പ് ഇടുമായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ച് ചെയ്യണോണ്ട് ഞാൻ ഫിൽറ്റർ ഇട്ടിട്ട് മേക്കപ്പ് ഇടാതെ നിൽക്കും. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഫിൽറ്റർ ഇട്ട് പുറത്തോട്ട് പോകാൻ പറ്റൂലല്ലോ, വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. അപ്പം ഞാൻ ഇത്തിരി ഫൗണ്ടേഷൻ ഇടും. വേറെ സംഭവങ്ങളൊന്നുമില്ല. ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്ക് എപ്പോഴും ഉണ്ട്, അതിന് ഒരു മാറ്റമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് പിരികൊക്കെ ഒന്ന് പഠിച്ച് വൃത്തിയാക്കി, ഒട്ടും പിരികില്ല, അപ്പം ചെറുതായിട്ട് സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് കണ്ടു. ഇത്രയേ ഉള്ളൂ. ഇതാണ് മേക്കപ്പ്. കുറേ പേര് ചോദിക്കാറുണ്ട് എന്താണ് മേക്കപ്പ്, അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടൊന്നുമില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. മേക്കപ്പ് ചെയ്യാൻ അറിയാനും പാടില്ല.
എനിക്ക് ഇത് ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വ്ളോഗുകൾ കാണുമ്പോൾ അവർ ഇത്രയൊക്കെ ചെയ്തിട്ടേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കഥകളി വേഷമായി പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുനിറത്ത് നേരം ഇത്രയും കൂടി കൂടും, അത്രയേ ഉള്ളൂ. ഇരുനിറമൊന്നും പറയാം, അതിനേലും കുറച്ചും കൂടി മെച്ചപ്പെട്ടതൊന്നും വേണമെങ്കിൽ പറയാം. വെളുത്തത് ആളല്ലേ ആണ്. മുഖത്തൊന്നും ഇട്ടിട്ടില്ല, ഒരു സാധനം ഇട്ടിട്ടില്ല. ഇപ്പം ഞാൻ മറ്റേ സൺസ്ക്രീനൊന്നും ഇടണില്ല കേട്ടോ. അത് അന്ന് ഇട്ടതല്ലാതെ ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ട് നടക്കണ കാര്യമില്ല. എന്നെ കൊണ്ട് ഒരു കാര്യങ്ങളും ഇങ്ങനെ നടക്കൂല. കണ്ടിന്യൂസ് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കൂല. ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ്, ഇടയ്ക്ക് വെച്ച് വിട്ടുകളെ. അപ്പം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ സൺസ്ക്രീനൊന്നും എനിക്ക് ഇടാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ അത് മേടിച്ച് വെച്ചിട്ടുണ്ട്, പുറത്ത് പോകുമ്പോൾ ഇടാന്ന് വിചാരിച്ച്. അന്ന് ഞാൻ ഹോസ്പിറ്റലിലെല്ലാം പുറത്ത് പോയില്ലേ, റൂബിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം, അന്ന് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇടണമെന്നില്ല. ഇപ്പം ഇത് കണ്ട ഞാനിപ്പോൾ തുടച്ച് കാണിക്കണില്ലേ, ഒന്നുമില്ല, ഒരു സാധനമില്ല, ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും ഇടില്ല. മുഖത്തൊന്നും ഇടാത്തത് തന്നെ എനിക്ക് ഇഷ്ടം. അതുപോലെ തന്നെ ആഭരണങ്ങൾ കയ്യിലും ഒന്നും ഇടാത്തത്. ഞാനിപ്പോൾ ബ്രേസ്ലെറ്റ് ഒക്കെ അഴിച്ചു വെച്ചത് നിങ്ങൾ ചോദിച്ചത്, ബ്രേസ്ലെറ്റ് എവിടെ ചോദിച്ചെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റൂല. കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കണത് ഇഷ്ടം. കൈയൊക്കെ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണത്, പ്രത്യേകിച്ച് കുക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ വല്ല പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ 2 മോതിരമൊക്കെ എടുത്തിടും, അത്രയിൽ. അല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ആഭരണങ്ങൾ വളരെ മിനിമം, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ മേക്കപ്പും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഉണ്ട്. ലിപ്സ്റ്റിക്ക് ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയില്ലേ, ലിപ്സ്റ്റിക്ക് ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ലിപ്സ്റ്റിക്ക് ഉണ്ട്, കണ്ണെഴുതും. ഇപ്പം ലൈറ്റായിട്ടാണ് കണ്ണെഴുതിയേക്കുന്നത്, വളരെ നിറപ്പിച്ച്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിൻ്റെ പാചകത്തിലേക്ക് കടക്കാം. അങ്ങനെ ഞാൻ ഈ ചിക്കനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കണേന് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോൻ്റെ അന്ന് ഇട്ടേക്കണ വീഡിയോൻ്റെ കമൻസും വ്യൂസൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ ചില ആളുകൾ വന്നിട്ട് വല്ലപ്പോഴുമാണ് കേട്ടോ, വർഷത്തിലൊരിക്കലായിരിക്കും ഒരു ചീത്ത കമൻറ്റ് എനിക്ക് വരണത്. അത് നമ്മൾ ആരാണെന്ന് അറിയില്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ. നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സൊന്നും ഒരിക്കലും നെഗറ്റീവ് കമൻറ്റ്സ് ഇടാറില്ല. അതിനുള്ളൊരു സാഹചര്യവും ഞാൻ കൊടുക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ വല്ല നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കും. അത് ഡിലീറ്റ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കി ഇരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കമൻറ്റ്സ്. അപ്പോൾ ചിക്കനൊക്കെ എടുത്തിട്ട് എല്ലാം ഫ്രീസറിനകത്തേക്ക് വെക്കണം. കാരണം റൂബിക്ക് ചിക്കൻ വേവിച്ചതുണ്ട്, ഒരു നേരം അന്നുകൂടി കൊടുക്കാനുള്ളതുണ്ട്. അപ്പം അതുകൊണ്ട് ചിക്കൻ റൂബിക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇപ്പം ഈ പൊതിച്ചോറിലേക്കുള്ള ചിക്കൻ മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റണം. അപ്പോൾ അതാണ് ഇന്നലെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട്. ഇന്ന് എന്തായാലും ചിക്കൻ മേടിച്ചിട്ട് അതിനകത്ത് വെക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ക്ലീൻ ചെയ്ത് ആ സാധനങ്ങൾ കുറവുള്ള ദിവസമല്ലേ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചേക്കണോണ്ട് വേഗം അതെല്ലാം എടുത്തിട്ട് വെക്കാൻ സാധിച്ച്, എല്ലാം ക്ലീനായി കിടക്കുന്നതല്ലേ. അപ്പോൾ ഇന്ന് ചിക്കൻ സാധാരണ ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഞാനൊരു ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിനകത്ത് പെട്ടിട്ടില്ല. പിന്നെ ഉപ്പ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ബോൺലെസ് ആയിട്ട് എടുത്തേക്കണതേ, അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച്. അപ്പോൾ എനിക്ക് ബീഫായിരുന്നു കൂടുതൽ ഇഷ്ടം പൊതിച്ചോറിൽ കഴിക്കാനായിട്ട്. അപ്പോൾ പപ്പക്കും കൂടി വെക്കാമായിരുന്നു. ബീഫില്ലാത്തൊരു സാഹചര്യത്തിൽ ഏതായാലും ചിക്കൻ വെച്ചിട്ട്, അപ്പോൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അധികമുള്ള പോലെ തോന്നി. അങ്ങനെ വീണ്ടും കുറച്ച് പൊടികളൊക്കെ ചേർത്ത്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തായിരുന്നു കേട്ടോ. അത് ഇതിനകത്ത് കണ്ടിട്ടില്ല. ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചിക്കനിൽ എല്ലാം പുരട്ടിയിട്ട് അത് മാറ്റി വെച്ച്. ഇത്രയും ചിക്കൻ വേണ്ടിയില്ലാത്തതെന്ന് ഞാൻ ഓർത്തിട്ട്, എനിക്കങ്ങനെ കഴിക്കണത് ഇഷ്ടമല്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂട്ടത്തിൽ കഴിക്കുള്ളൂ. എനിക്കായിട്ട് റോജറൊക്കെ പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചിക്കൻ ഫ്രൈ ഞാൻ ചെയ്തേക്കണത്. അല്ലാതെ ഇവിടെ ചിക്കൻ ഡിഷസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല റോജർ പോയതിന് ശേഷം. റോജർ വന്നപ്പോൾ മാത്രമാണ് ചെയ്തത്. പിന്നെ ഇതോടുകൂടി തന്നെ മീൻ വറുക്കാനുള്ളതും കൂടിയിട്ട് ഒരു പിലോപ്പിയാണ് ഉണ്ടായിരുന്നത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ചെമ്മീൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഒരു പിലോപ്പി, വേറെ കൂടുതലില്ല. അപ്പോൾ അത് സാധാരണ പോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതും ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതും കൂടി മാറ്റി വെച്ച്. അപ്പോൾ ഈ പൊതിച്ചോറ് കെട്ടുമ്പോൾ നല്ല പണിയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷാജിദ മീനും കൊണ്ടുവന്നു.
അപ്പോൾ ഇന്ന് എനിക്ക് മീനൊന്നും വേണ്ട എങ്കിൽ തന്നെയും ഷാജി പറഞ്ഞത് ഇപ്പോൾ വളരെ റെയറായിട്ടാണ്, മീനൊക്കെ കുറവായതുകൊണ്ടേ. അപ്പോൾ പച്ച അയിലയെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഞാനത് മേടിച്ചവിടെ വെച്ച് എന്തായാലും ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ അല്ലെങ്കിൽ സ്ഥലവും ഉണ്ടാവില്ല നമ്മൾ ക്ലീൻ ചെയ്യാതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതവിടെ തന്നെ വെച്ച്. പിന്നെ അടുത്തതായിട്ട് ചെറുപയർ ഞാൻ ഇത്തിരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. ആകെയുള്ള ചെറുപയറാണ് ഇത്, ലാസ്റ്റ് ചെറുപയറാണ് ഇവിടെ. അതിനകത്തേക്ക് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഒന്ന് ചെറിയൊരു വേവ് മാത്രം, ഒന്ന് പൊട്ടി വരണം, അത്രയേ ഉള്ളൂ. വെന്ത് അലിഞ്ഞു പോയത് തോരൻ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അത് ചെറിയ കുക്കറിൽ, കുഞ്ഞു കുക്കറിലാണ് ഇട്ടേക്കണത്. അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ രാവിലെ പച്ചമുളകും എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെല്ലാം അങ്ങോട്ട് വെക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്തുനിന്ന് എടുത്തങ്ങോട്ട് ഇട്ടാൽ മതിയല്ല സവാളയൊക്കെ. അപ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ, ഇന്ന സാധനങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ വേണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എല്ലാം തന്നെയും ചോപ്പ് ചെയ്ത രീതിയിൽ തന്നെയാണ് ചെയ്യണത്. അതുകൊണ്ട് പല രീതിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കട്ടിങ് എന്ന് പറയുന്നതിൽ ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. വട്ടത്തിലും നീളത്തിലും ചരിച്ചും ഒക്കെയുള്ള കട്ടിങ്ങിൽ രുചി വ്യത്യാസം വരും. അങ്ങനെയുണ്ട്. നീളത്തിലുള്ള ചരിച്ചുള്ള കട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതൽ കട്ടിങ് പാടുകളുള്ളതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ മസാല പിടിക്കുമെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കട്ടിങ് പാടുകൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ മസാല കുറവേ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ രുചിക്ക് വ്യത്യാസം വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. പിന്നെ നേരിയ രീതിയിൽ സവാള കട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഒന്നും ഞാൻ നോക്കാറൊന്നുമില്ല. ഏതായാലും എനിക്ക് ആവശ്യം ഈ ഇന്നത്തെ കുക്കിങ്ങിലെല്ലാം ചോപ്പ് ചെയ്തെടുക്കാനാണ്. അതുകൊണ്ട് എല്ലാം കൂടി ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങോട്ട് നുറുക്കിയെടുത്ത്. അപ്പോൾ സാധാരണ ചെമ്മീൻ ഉലത്തുന്നത് പോലെ തന്നെ പച്ചമുളകും സവാളയും വേപ്പിലയും മാത്രം, വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഞാൻ ഇടാറില്ല. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇടണം. പക്ഷേ അതൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് ഞാനൊരു പച്ച തേങ്ങയാണ്, എന്നിട്ട് പോലും നമ്മുടെ തേങ്ങ പൊട്ടി വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഒരു വലിയ ഞരമ്പില്ലേ, അതേലാണ് ഈ അടിക്കണത്. നേരത്തെയൊക്കെ പെട്ടെന്ന് തന്നെയൊക്കെ പൊട്ടുമായിരുന്നു. ഇപ്പം എന്തോ നമ്മുടെ തേങ്ങ പൊട്ടണില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എത്ര കഷ്ടപ്പെട്ടാലും ഇതുപോലെ ഒരു 3 പീസായിട്ടേ പൊട്ടി വരുള്ളൂ. എന്നാൽ ഇത് പച്ച തേങ്ങയാണ്, എന്നിട്ട് പോലും ഞാനിതിൽ കിടന്ന് ഇങ്ങനെ പണിപ്പെടണേണ്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കില്ലേ ഈ നെയ്യിൽ എങ്ങനെ സംരക്ഷിച്ച് പോകണം എന്നുള്ളത്. ഇതുപോലെയുള്ള തേങ്ങ പൊട്ടിച്ച് പറിച്ച് ഒക്കെ എടുക്കൂലേ, അങ്ങനെയൊക്കെ പറിച്ചെടുത്താൽ നെയ്ലിൻ്റെ പണി വേഗം തീരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യും. നമ്മൾ അശ്രദ്ധമായിട്ട് അത് വലിച്ചു പറിച്ചൊക്കെ തേങ്ങാമുറി ഇങ്ങനെ വിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതോടെ നെയ്ലിൻ്റെ പരിപാടി കഴിയും. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കോട്ടെ. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കോട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ നഖമൊക്കെ പൊടിഞ്ഞൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു കണക്കിനാണ് തേങ്ങ വലിച്ചു പറിച്ച് പൊട്ടിച്ചെടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചമ്മന്തിയാണ് ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയത്. തേങ്ങ ചമ്മന്തിയിൽ പുളിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇത്തിരി കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും അത് മാത്രമാണ് ചേർത്തത്. എന്നിട്ട് അത് ആദ്യം ഒന്നിട്ട് അടിച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് അത് മാറ്റി. ഇനി അതേ ജാറിൽ തന്നെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളി പച്ചമുളകും അതും കൂടി ചേർത്തിട്ട് അത് ഒന്നടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പണി കഴിഞ്ഞ്. പിന്നെ നമുക്ക് ചിക്കനും മീനും വറുത്തെടുക്കണം, അത്രയൊക്കെ ഉള്ളു. പിന്നെ മുട്ട പൊരിക്കുന്നത് ഏറ്റവും അവസാനം ചോറിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രമേ മുട്ട പൊരിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഒരു ചാറിന് വേണ്ടിയിട്ട് ഇത്തിരി മോര് കൂടിയിട്ട്, പച്ചമോര്, ഇത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതിന് വേണ്ട ചെറിയ ഉള്ളിയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി ഇത് വറുക്കലാണ്. ചീനച്ചട്ടിക്കകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. മീൻ വറുക്കാനായിട്ട് കോക്കനട്ട് ഓയിലും എടുത്ത്. എന്നിട്ട് എനിക്ക് കോക്കനട്ട് ഓയിലിൽ നമ്മുടെ ചിക്കൻ വറുക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും സൺഫ്ലവർ ഓയിൽ വറുക്കണത് തന്നെയാണ് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിലിൽ വറുക്കണത് കേട്ടോ. ചിലവർക്ക് കാരണം ഈ ചെറിയ ജീരകമൊക്കെ ഇടൂലേ, ചെറിയ ജീരകമൊക്കെ ഇട്ട ഡിഷസിൽ കോക്കനട്ട് ഓയിൽ ചേരില്ല. ഒരു നാടൻ ചിക്കൻ വറുത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ നല്ലതായിരിക്കും എന്ന് തോന്നണം. പിന്നെ നമ്മൾ ചിക്കൻ 65 അങ്ങനെയൊക്കെ വറുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കോക്കനട്ട് ഓയിൽ മാച്ച് ചെയ്യൂല. അപ്പോൾ വിചാരിച്ച കറക്റ്റ് പരുവത്തിൽ
നമ്മുടെ പയർ ആയി വന്നിട്ടുണ്ട്. പയറൊന്ന് പൊട്ടാൻ മാത്രമേ പാടുള്ളൂ, ഒന്ന് പൊട്ടി വരണം, അല്ലാതെ വെന്തലിഞ്ഞു പോരുത്. അപ്പോൾ അരച്ചതല്ല, ചതച്ച തേങ്ങയും എല്ലാം കൂടി ചേർത്ത് അത് ഇട്ടിട്ട് ഇനി ഒന്ന് താളിച്ചൊന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയർ തോരൻ റെഡി. നല്ല അടിപൊളിയാണ് കേട്ടോ പയർ തോരൻ. ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷേ ഇപ്പം എന്നോട് ചെറുപയർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ അലർജിയുടെ ഒരു പ്രശ്നത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പിന്നെ പയർ തോരനാക്കാം. വേറെ പച്ചക്കറികൾ എൻ്റെ കയ്യിലില്ല, പിന്നെ ഇത്തിരി പയർ ബാക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതായാലും തീരട്ടെ എന്ന് വിചാരിച്ച് അത് താളിച്ചു കൂടി ഇട്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മുഖത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പല ബ്യൂട്ടി വ്ളോഗേഴ്സും അവരെ ഓരോന്ന് കാണിക്കുന്നത് ഞാൻ കാണാറുണ്ട്, വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് മുഖത്തിൻ്റെ. ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ. എത്ര നാടൻ രീതികളാണ് പറയുന്നതെങ്കിലും മുൾട്ടാണി മിട്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മുഖം വെളുക്കും. ഒരു സൈഡിൽ മാത്രം ഇട്ടിട്ടും അപ്പുറത്തെ സൈഡും ഈ സൈഡ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ അവർ കാണിച്ചു തരും. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്നറിയാമോ, അത് ശരിക്കും ഒരു വൈറ്റ്നസ് കിട്ടും. നമ്മൾക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങണ്ടേ, വെയിൽ കൊള്ളേണ്ടി വരും. വെയിൽ കൊള്ളുമ്പോൾ ചാരം പൂശിയ പോലെ ഇപ്പോൾ മുഖം. ഈ പച്ചമരുന്നുകളായാലും എന്ത് സംഭവങ്ങളായാലും അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾക്ക് വെയിൽ ഇത്തിരി മുഖത്ത് അടിക്കും, അത് മതി മുഖം ചാരം പൂശിയ പോലെ ആകാനായിട്ട്. അത് പിന്നെ പോകില്ല മുഖത്തുനിന്ന്. നമ്മളൊന്നും ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ വെറുതെ വെളിച്ചെണ്ണ മാത്രം മുഖത്ത് ഒന്ന് ഇട്ട് നോക്കുക എല്ലാ ദിവസവും, നിങ്ങളുടെ മുഖത്ത് നല്ല വ്യത്യാസം വരണതാണ്. പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ ഒരു കുഴപ്പം വരില്ല. പക്ഷേ നമ്മുടെ പച്ചമരുന്നുകൾ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ പല സാധനങ്ങൾ പറയുമല്ല, എല്ലാം പച്ചമരുന്നുകളായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര വിശ്വാസമോ പച്ചമരുന്നല്ലേ ഇടണത് കൊണ്ട് എന്താണെന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ പോലും അവർ തരുന്ന മരുന്നുകൾ നമ്മൾ മുഖത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം, അതാണ് ഞാൻ പറയണത്, ഉള്ളി കഴിക്കണതല്ല. അപ്പോൾ മുഖത്തിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകം പറയും തണുത്ത വെള്ളത്തിൽ മാത്രമേ മുഖം കഴുകാൻ പാടുള്ളൂ, ചൂടുവെള്ളത്തിൽ കഴുകിയാൽ നേരെ ഓപ്പോസിറ്റ് ഫലം കിട്ടും. ഇതൊക്കെ അവർ പറയാറുണ്ട്. അത്രയും അവർക്കറിയാം ഇത് പണി കിട്ടുമെന്നുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുൻപിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വെയിൽ കൊണ്ടതോട് കൂടിയിട്ട് ഈ സംഭവത്തിൻ്റെ കളറൊക്കെ മാറി, പിന്നെ ആ മുഖത്തിൻ്റെ കളർ മാറ്റാനായിട്ട് പിന്നെ വേറെ ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ ഈ മുഖത്ത് മാക്സിമം ഒന്നും ചെയ്യാതിരിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഭംഗിയോടുകൂടി അങ്ങനെ പോവുക. എല്ലാം നാച്ചുറലാണ് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെയിലടിച്ച് ടാനാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളുടെ 12:20 ആയപ്പോൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാഴല ഒന്ന് വാട്ടി. അപ്പോൾ വാഴല പപ്പ പുറത്തുനിന്ന് മേടിക്കുക തന്നെയാണ് ചെയ്തത്. 6 രൂപയാണെന്ന് തോന്നുന്നുണ്ട് വാഴലക്ക്. പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത്. പുറത്തുനിന്ന് വീടുകളിൽ നിന്ന് ഒന്നാമത് പപ്പയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പോയിട്ട് എടുക്കണത്. എങ്കിലും ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് പപ്പ അന്നേ പിന്നെ അവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾ പുറത്ത് പോയിട്ട് വാഴല പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന്. അതും അത്ര നല്ല വാഴല ആയിരുന്നില്ല, പൊട്ടി ഒരെണ്ണം വിട്ടുപോയി പെട്ടെന്ന് തന്നെ. കാരണം ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ വാട്ടിയിട്ട് മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ ഇതല്ലെങ്കിൽ അപ്പം തന്നെ കീറിപ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ വാട്ടിയിട്ട് ക്ലീൻ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഒരെണ്ണം പൊട്ടിപ്പോയി. അങ്ങനെ അത് 2 വാഴലയും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്ത്, പിന്നെ മുട്ട പൊരിച്ചത് ഏറ്റവും അവസാനം മുട്ട പൊരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു മുട്ട മാത്രമേ എടുത്തുള്ളൂ. കാരണം നമുക്ക് കുറേ കറികളുണ്ട്. അപ്പോൾ ഒരുപാട് 2 മുട്ടയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ട് പകുതി എടുത്ത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പക്കൊന്നും ഇതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണോട് കഴിച്ച് അത്രയേ ഉള്ളൂ. അപ്പം ഒട്ടും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഒരു പൊതിച്ചോറൊന്നും പുള്ളിക്ക് അറിയാനേ പാടില്ല സത്യത്തിൽ, അങ്ങനത്തെയാണ്. അപ്പോൾ പിന്നെ റോജറും ഞാനുമാണ്. റിച്ചാർഡും ഒക്കെ ഭയങ്കര ഇഷ്ടം, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ പൊതിച്ചോറ് ഇഷ്ടപ്പെടുന്ന ഒരാൾ. കാരണം എനിക്കിതുവരെയും ഒരു സ്കൂൾ ടൈമിൽ കോളേജ് ടൈമിൽ ഒന്നും ഒരു പൊതിച്ചോറ് ഇന്നുവരെയും ആരും ഉണ്ടാക്കി തന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ വാഴ വെക്കാനുള്ള സ്ഥലവും ഇല്ല. അപ്പോൾ പിന്നെ വാഴയില മേടിക്കലൊന്നും നമ്മുടെ വീട്ടിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊതിച്ചോറ് നമുക്ക് കിട്ടിയിട്ടുമില്ല. അഥവാ ഇത് ടിഫിൻ കൊണ്ടുപോകുന്നത് ഉണ്ടെങ്കിൽ ചെറിയ സ്റ്റീൽ പാത്രത്തിലാണ് കൊണ്ടുപോകണം. അതുകൊണ്ട് പൊതിച്ചോറൊക്കെ ഞാനാണ് എനിക്ക് വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളും അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഏതായാലും ഉണ്ടാക്കി കൊടുത്ത് ആ ഒരു സന്തോഷം എനിക്കുണ്ട്. ഇനി അവരെ വരുമ്പോൾ അവർക്ക് വീണ്ടും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഓരോ കറികളായിട്ടൊക്കെ വെച്ച് ചിക്കൻ വറുത്തത് വെച്ച് ഇത് മോര് ഒഴിച്ച് പച്ചമോരൊഴിച്ച് ചെമ്മീൻ വെച്ച് മീൻ വറുത്തത് മുട്ട പൊരിച്ചത് പയറ് തോരൻ പിന്നെ ഇനി ചമ്മന്തിയും അച്ചാറും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഉണ്ടെങ്കിലും ഞാൻ എടുത്തില്ല, കാരണം ചെമ്മീൻ ഉലത്തിയതുണ്ടല്ലോ, അതുകൊണ്ട് ചെമ്മീൻ അച്ചാർ എടുത്തില്ല കേട്ടോ. അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് റോജർ വരുമ്പോൾ റോജറിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, കാരണം ഞാൻ മാത്രമേ അത് കഴിക്കണുള്ളൂ. അപ്പോൾ കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്, അതുകൊണ്ട് അത് പുറത്തേക്ക് എടുത്തില്ല. നാരങ്ങച്ചാറ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ. ഇന്ന് ഇപ്പോഴേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തത്. ഭയങ്കര ടേസ്റ്റ് ഇന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ചോറ് പൊതി കെട്ടാൻ പോണേ. അപ്പോൾ ഈ നല്ല ഇലയിൽ തന്നെ ഞാൻ എല്ലാ വിഭവങ്ങളും വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം ഇതാണ് നമ്മുടെ മെയിൻ ചോറ് പൊതി. മറ്റേ ചോറ് പൊതിയിൽ പല സാധനങ്ങളും വെക്കൂല ഞാൻ. പപ്പയ്ക്ക് ഇഷ്ടമല്ലാത്ത കുറേ സാധനങ്ങൾ, കുറേ അല്ല 2-3 സാധനങ്ങളൊന്നും ഞാൻ വെക്കൂല. അപ്പം മെയിൻ ചോറ് പൊതി ഇതായതുകൊണ്ട് നല്ല ഇലയിൽ ഞാനത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും പപ്പയ്ക്ക് എന്താണ് കീറിയ ഇലയിൽ കൊടുത്തതെന്ന്. പപ്പയ്ക്ക് കീറിയ ഇലയായാലും അത് കുഴപ്പമൊന്നുമില്ല. ഇത് മെയിനായിട്ടുള്ളൊരു ചോറ് പൊതി എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ അത് നല്ല ഇലയിൽ ഞാൻ കാണിച്ചെന്ന് മാത്രം കേട്ടോ. കാരണം ചിക്കനും അച്ചാറും ഒന്നും പപ്പയ്ക്ക് വേണ്ട, അതൊന്നും പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ്. അതൊന്നും ഇതിനകത്ത് വരില്ല. അപ്പോൾ ഇനി മറ്റേ ചോറ് പൊതിയും കൂടി ഒന്ന് കെട്ടണേണ്. അപ്പോൾ പപ്പ ഇത്തിരി തിരക്കിൽ നിൽക്കുന്ന സമയമാണ്, കാരണം പപ്പയ്ക്കൊരു മരിപ്പിൻ്റെ ഇതിൽ പോകാനുണ്ട്, ഫ്രണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പ ആദ്യം തന്നെ കഴിച്ചിട്ട് പോയിട്ടാണ്. ആ സമയത്ത് ഇത്ര നേരം ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അത്രയും നേരത്തെ കഴിക്കില്ലല്ലോ. എന്തായാലും ചോറവിടെ കെട്ടി കുറച്ച് നേരം വെക്കണം, എന്നിട്ടല്ലേ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് മീൻ വെട്ടണമല്ലോ. അപ്പോൾ ഈ നേരമായി മീൻ വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നപ്പോഴേട്ടാ. മീൻ വെട്ടി ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീസറിൻ്റെ അകവും നിറഞ്ഞിരിക്കും. പിന്നെ എനിക്കതൊരു തൃപ്തിയില്ലാത്ത കാര്യമാണ്. പിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മീനുകൾ ഒന്നിച്ച് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും കിട്ടണത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെടുത്ത് വെക്കാതെ നിവർത്തിയില്ല. പക്ഷേ ഇതിപ്പോൾ എനിക്കറിയാം അത്യാവശ്യം സമയം കിട്ടും ഇത് ക്ലീൻ ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ വെച്ചിരുന്നത്. അപ്പോൾ ഈ 3 എണ്ണം മീനാണ്. പിന്നെ ഇത് ചിക്കൻ, എല്ലാ ചിക്കനും കയറ്റി വെച്ച് ഇപ്പോൾ ഫ്രീസറിൽ നിറഞ്ഞ് അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെച്ചതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ പപ്പ കഴിച്ചിട്ട് പോയി. ഞാൻ ഇത്രയും നേരം അവിടെ കിടന്ന് ഉറങ്ങണമല്ല, റൂബിനെ കൂടി അവിടെ ഇങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നേയിരുന്നു. അപ്പോൾ റൂബിക്ക് റെസ്റ്റ് കിട്ടുമല്ല, റൂബി എൻ്റെ പിന്നാലെയും നടപ്പല്ലേ. അപ്പോൾ റൂബിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം കിടന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആണ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ പപ്പ പോയി കഴിഞ്ഞ്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ സ്മെല്ല് ആദ്യം ഒന്ന് മണത്ത് നോക്കണം. മണത്ത് നോക്കുമ്പോൾ അയ്യോ എന്താ സ്മെല്ല്. അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുകൾക്ക് ശേഷമാണ് നമുക്കിങ്ങനെ പൊതിച്ചോറ് തുറന്ന് വെച്ച് കഴിക്കാൻ സാധിക്കണം. എനിക്കാരെങ്കിലും ഇതുപോലൊരു പൊതിച്ചോറ് ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ ഇന്ന് ഞാനിതൊക്കെ കഴിക്കുന്ന സമയത്ത് ഓർക്കോട്ടെ. അത് ചില സന്ദർഭങ്ങളിൽ ഞാനങ്ങനെ ഓർക്കും. നമ്മളെത്ര സ്നേഹത്തോടു കൂടി ഇതെല്ലാം വെച്ച് വിളമ്പി വീട്ടിലെല്ലാവർക്കും കൊടുക്കും. നമ്മൾക്ക് ഇതുപോലെ വെച്ച് വിളമ്പി തരാൻ ആരുമില്ല. കാരണം ഇവിടെ അങ്ങനെ കുക്ക് ചെയ്യുന്ന ആണുങ്ങൾ ആരും ഇല്ല കേട്ടോ. അതാണ് കാര്യം. പപ്പക്കൊക്കെ കുക്കിംഗ് എന്നല്ല, അടുക്കളയുടെ ഇടയിലത്ത് പോലും വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ റോജർ എനിക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ എനിക്ക് വയ്യാതെ ഇരിക്കുമ്പോഴും അങ്ങനെയൊക്കെ റോജർ അത്യാവശ്യം വേണ്ടത് ചെയ്യും കേട്ടോ. ബാക്കി ആർക്കും തന്നെ അത്ര വലിയ ഒരു പിടുത്തമില്ല. റയനാണെന്നുണ്ടെങ്കിലും കുക്കിംഗ് ഒന്നും അത്ര വശമില്ല. ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പപ്പ നേരത്തെ കഴിച്ച്, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പപ്പ ഒരു സ്ഥലം വരെ പോയേക്കണേ, പപ്പയും ഫ്രണ്ടും കൂടി. അപ്പോൾ നേരത്തെ കഴിച്ച് അധികം നേരം കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ എല്ലാം ഇലയുടെയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം നേരം വെച്ചിട്ടാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ പപ്പ കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ കാര്യം റൂബിയുമായിട്ട് ഞാനവിടെ താഴെ കിടക്കണമായിരുന്നു.
അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വീഡിയോ എടുക്കാൻ എഴുന്നേൽക്കുമ്പോൾ റൂബി ചാടി എഴുന്നേക്കും. അപ്പോൾ അവളുടെ ആ ഉറക്കം അങ്ങനെ അങ്ങനെ കിട്ടിക്കോട്ടെ, ഞാൻ എഴുന്നേറ്റ് ഉടനെ എഴുന്നേക്കും. അപ്പോൾ ഇത് വേണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കത്തിന് ശല്യം ചെയ്യണ്ടല്ലാന്ന് വിചാരിച്ച് ഞാൻ അവളെ കൂടി തന്നെ അവിടെ കിടന്നു. ഇപ്പോൾ ഏതായാലും ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുണ്ട്, 3:20 ആയിരുന്നു തോന്നുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ സമയം. അതന്നെ 15:12, 3:12 അപ്പോഴാണ് ഞാൻ കഴിക്കണത്. പപ്പ ഇപ്പം പോകേണ്ട സ്ഥലത്ത് ഒരു മരിപ്പുണ്ട്, അങ്ങോട്ടേക്ക് പോയേക്കണേ. അപ്പോൾ ഫ്രണ്ട് വന്നേക്കണോണ്ട് തന്നെ ആ സമയത്ത് പോകണമല്ല, അതുകൊണ്ട് പപ്പ വേഗം പോയതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കണേ. സൂപ്പർ, അടിപൊളി. എൻ്റെ ദൈവമേ, ഈ പയറുതോരൻ സൂപ്പറാണ് കേട്ടോ. ഞാൻ പയറുതോരൻ അങ്ങനെ വെക്കാറില്ല, ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വെക്കാത്തത്. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഹോമിയോ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ചെറുപയർ കഴിക്കണമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇത്തിരി പയർ ബാക്കി ഇവിടെ എടുത്തിട്ട് തോരൻ ഉണ്ടാക്കി. ഇനി പയറൊന്നുമില്ല, അപ്പോൾ ഞാൻ കഴിക്കണേ കേട്ടോ. ഇനിയിപ്പോൾ ഓഫ് ചെയ്തിട്ട് ഞാൻ കഴിക്കണേ. ഫോൺ ഓഫ് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ കറക്റ്റായിട്ട് കിട്ടി. സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പം ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. അപ്പം ഞാൻ കഴിക്കാൻ വന്നിരുന്നപ്പോൾ അവൾ വേഗം എൻ്റെ അരികിൽ തന്നെ കിടക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് നീങ്ങിക്കിടന്നു കേട്ടോ. അപ്പോൾ ആയിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ കിടക്കുമ്പോൾ ഇത്തിരി തണുപ്പ് കിട്ടും, കാരണം അവൾക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ തോന്നിയ സ്ഥലത്തൊക്കെ തണുപ്പ് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വന്ന് കിടക്കും. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഒന്നും ചെയ്യാതെയാണ് ഇവളുടെ കൂടെ ഞാൻ റെസ്റ്റ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് കിച്ചൺ ക്ലീനിങ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി. ഇനി വൈകുന്നേരം പണിയൊന്നുമില്ല. പുറത്ത് വെക്കാനുള്ളതും എല്ലാം പുറത്തൊക്കെ വെച്ച്, നല്ല വെയിലാണ്. കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ കുടിക്കാൻ വെള്ളം വെച്ചേക്കണേ. അപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മാറ്റി ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെച്ച്, രാത്രി കഴിക്കാനുള്ളത് ഇവിടെ തന്നെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് ഞാനവിടെ കുക്കറിൽ നിന്ന് എടുത്തിട്ട് കുക്കർ കഴുകി വെച്ചിട്ട് ചോറ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ചോറിങ്ങാട് കൊണ്ടുവന്ന് രാത്രി കഴിക്കാൻ വെച്ചാൽ മാത്രം മതി. ചോറ് അപ്പം ഇന്ന് ഉച്ചക്കത്തെ പൊതിച്ചോറ് ഇത്തിരി ഹെവി ആയതുകൊണ്ട് തന്നെ ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പപ്പ മാത്രമാണ് രാത്രി കഴിച്ചത്, കാരണം പപ്പ നേരത്തെ തന്നെ കഴിച്ചതായതുകൊണ്ട് വിശക്കണുണ്ടായിരുന്നു, അങ്ങനെ കഴിച്ച്. ഞാൻ ഏതായാലും ഇതോടുകൂടി ഭക്ഷണം തീർത്ത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.